ഹലോ നമസ്കാരം. ഈ വീഡിയോ ആരും തന്നെ തട്ടിമാറ്റി പോകരുത്. വീഡിയോ അവസാനം വരെ കാണുക. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ദമ്പതികൾ 10 വർഷവും അതുപോലെ തന്നെ 5 വർഷമൊക്കെ ആയിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. ഒരു സുഹൃത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കുകയായിരുന്നു. അവനൊരുപാട് ഇംഗ്ലീഷ് മരുന്നുകളെ മറ്റു പല ഡോക്ടർമാരെയും പോയി കാണിച്ചിട്ടും ഒരുപാട് പൈസ പോയി എന്നല്ലാതെ അതിന് റിസൾട്ട് കണ്ടില്ല. അങ്ങനെ അവർ രണ്ടുപേരും വളരെ വിഷമത്തിലായിരുന്നു. ആ ഒരു സമയത്ത് ആളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തെക്കുറിച്ച് അറിയുകയും അവിടെ പോയി അവിടുത്തെ മരുന്ന് കഴിച്ച് ഏകദേശം 2 മാസമായപ്പോഴേക്കും ആളുടെ വൈഫ് പ്രഗ്നൻ്റ് ആയി. ഇപ്പോൾ ഏകദേശം കുട്ടിക്ക് 1.25-1.5 വയസ്സിനടുത്ത് ആയി എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞിരുന്നു, ബിബിനെ നീ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ, നീ ഇത് ചെയ്യ്, അപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ. ആ സുഹൃത്തിന് മാത്രമല്ല അവിടെ വന്ന കുറച്ച് പേർക്കും അതുപോലെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഓക്കെ. ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരം എന്ന സ്ഥലത്താണ്. ഏകദേശം വിയ്യൂര് പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലമുള്ളത്. ഇവിടെ ഡോക്ടറെ കാണാനായിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 11:30-12 മണി വരെയാണ് ഡോക്ടർ ഉണ്ടാവുള്ളൂ. ഡോക്ടറെ വിളിച്ചിട്ട് വേണം പോകാനായിട്ട്. ഡോക്ടറുടെ പേര് വിജയകുമാർ എന്നാണ്. ഡോക്ടറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. പിന്നെ ഇത് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് നമ്മൾ പഥ്യം എടുക്കണം. അതായത് നമ്മൾ ഇറച്ചി അല്ലെങ്കിൽ മത്സ്യം, മാംസം, അതുപോലെ തന്നെ മദ്യം, മറ്റ് ലഹരി വസ്തുക്കളൊന്നും കഴിക്കരുത് ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ ഉപേക്ഷിച്ച് മരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള അവർ മാത്രം ഇവിടേക്ക് പോയാൽ മതി. അല്ലാതെ ഈ മരുന്ന് മാത്രം കഴിച്ചിട്ട് അതിന് ശേഷം ഇറച്ചിയും അതുപോലെ തന്നെ മദ്യവും കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും പരമാവധി ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. ആർക്കെങ്കിലും ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.